നെൽസൺ വെങ്കടേശൻ എഴുതി ഡയറക്റ്റ് ചെയ്ത DNA എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിക്കുന്നവർ അഥർവ, നമ്മുടെ നിമിഷ സജയൻ, അതുപോലെ ഒരു ബാലാജി ശക്തിവേൽ, ഒരു നമ്മുടെ തമിഴ് സിനിമകളിലൊക്കെ പോലീസ് വേഷം ധാരാളം ചെയ്യാറുള്ള ആളാണ്. അതുപോലെ രമേഷ് തിലക്, പിന്നെ മുഹമ്മദ് സീഷൻ അയ്യൂബ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. നമ്മുടെ നായികയ്ക്ക് BPD ആണ്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ധാരാളം കല്യാണം വരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ വരുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ കള്ള് കുടിച്ച് തല്ലൊക്കെ ഉണ്ടാക്കി നടക്കുകയാണ്. ചില പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നായകൻ നമ്മുടെ നായികയെ ഓഫ് കോഴ്സ് പെണ്ണ് കാണാൻ വരുന്നു. അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിയുന്നു. അപ്പൊ അതിനുശേഷം നായിക ഗർഭിണിയാകുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ നല്ലൊരു പ്ലോട്ടായിരുന്നു. അതായത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും കുട്ടികൾ മിസ്സാകുന്നു. ഒരു അമ്മൂമ്മ കുട്ടികളെ തട്ടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ നിമിഷ സജയനാണെങ്കിലും അവർ സാധാരണ ചെയ്യുന്ന റോളിൽ നിന്നും ഒരു വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സീരിയസ് റോളായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആദ്യം കുറച്ച് സീരിയസ് അല്ലാതെ കുറച്ച് നാച്ചുറലായിട്ട് ഒരു കോമഡി ഒക്കെ ആ ഒരു രീതിയിൽ വന്നിട്ട് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അഥർവ അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് സിനിമകളിലൊക്കെ നമുക്കൊരു ആവറേജ് അഭിനയം കാഴ്ചവെക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിൽ നിന്നും. പിന്നെ ഈ പോലീസുകാരനായിട്ട് വന്ന ആളുകൾ, ആ വയറൊക്കെ ചാടിയ ഒരാള്, ശക്തിവേൽ എന്ന് പറഞ്ഞ ഒരാള്, അയാള് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സിനിമകളിലും അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എൻഗേജിങ് ചെയ്യിപ്പിക്കുന്ന, നല്ല ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. നരബലിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് പിടിച്ചിരുത്തുന്ന ചില രംഗങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. ആകെ മൊത്തം നോക്കുവാണെങ്കിൽ ഒരു 10 ഒരു 7 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയൊക്കെയാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.